സനോജ്, ഇപ്പോൾ കോട്ടയം ജില്ല എല്ലാവരും ഉറ്റുനോക്കിയ ഒരു ജില്ല കൂടിയാണ്. എന്നാൽ LDF-ന് കാര്യമായൊരു മുന്നേറ്റം നടത്താൻ കോട്ടയത്തായില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. UDF-ന് 9 സീറ്റാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. കോട്ടയത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം എങ്ങനെയാണ്? അവന്തിക, കോട്ടയത്ത് LDF കഴിഞ്ഞ തവണ 5 ഇടങ്ങളിലാണ് വിജയിച്ചത്. ഇക്കുറി അതിൽ കൂടുതൽ സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു LDF-ന് ഉണ്ടായിരുന്നത്. എങ്കിൽ ഇത്തവണ കനത്ത പരാജയമാണ് ഇടതുമുന്നണിക്ക് ജില്ലയിൽ നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ച് 9 സീറ്റുകളിൽ 9 UDF വിജയിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വൈക്കം എന്ന് പറയപ്പെടുന്ന മണ്ഡലം എല്ലാ കാലവും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ്. ഒരിക്കലും പരാജയപ്പെടാത്ത ഒരിടമാണ്. അവിടെയും ഇക്കുറി ഇടതുപക്ഷം പരാജയപ്പെട്ടു. ഇത് ഇടതു നേതൃത്വത്തെ അമ്പരപ്പിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ജോസ് കെ മാണിയും PN വാസവനും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റിയിരുന്നു. എന്നാൽ ജനങ്ങൾ അത്തരം വികസന പ്രവർത്തനങ്ങൾക്കൊപ്പമല്ല, ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ജില്ലയിൽ 9 പേരും വിജയിച്ചു. അതിന്റെ ഭാഗമായുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ജില്ലയിൽ നടന്നു. എന്നാൽ അമിതാഹ്ലാദ പ്രകടനം പാലായിൽ UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവുമായി പാലായിൽ ജോസ് കെ മാണിയുടെ വീടിന്റെ മുമ്പിലേക്ക് എത്തി. വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും LDF പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഈ സമയം മോൻസ് ജോസഫ് MLA-യുടെ നേതൃത്വത്തിലാണ് ഈ പ്രകടനം ജോസ് കെ മാണിയുടെ വീട്ടിലേക്ക് നടന്നത്. ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ മോൻസ് ജോസഫ് MLA യാതൊരു ഇടപെടലും നടത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് പോലീസ് സ്ഥലത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള വാക്കേറ്റത്തിൽ സംഘർഷാവസ്ഥയിൽ ഒരു കാറിന്റെ ചില്ല് തകരുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നിലവിൽ ആ പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ജില്ലയിൽ ഒരിടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അവന്തിക.